ഉമ്മറുട്ടിയെ ഉമ്മറുട്ടി എവിടുക്ക ഈ കുട്ടി പോയത്? ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. താത്ത താത്ത എന്താ സുബൈദ? ഇമ്മറുട്ടിനെ കാണാനില്ല അവിടെ ഒന്നും. ഓ മോളിലില്ലേ? ഇല്ല. ഇവിടക്കൊന്നും വന്നിട്ടില്ലല്ലോ. എവിടക്ക പിന്നെ ആ കുട്ടി പോയതാവോ? ഇപ്പൊ സൈക്കിൾ എടുത്ത് എങ്ങടേലും പോയോന്നാവോ? സൈക്കിളൊക്കെ എടുത്തേച്ചിക്കല്ലേ, പിന്നെ സൈക്കിളോണ്ട് എങ്ങനെ പോകുക? ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, ബേജാറാവണ്ടാ. ബേജാറാവണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ അവിടേക്ക് ഒന്ന് ചെന്ന് നോക്കി കാണി. കുട്ടി ഇപ്പൊ എവിടുക്ക പോയത്? എടക്കള്ള ഇവിടെ ഉണ്ടായിനോ? സുബൈദ ഇവിടെ ഉണ്ടിട്ടോ, ഞമ്മളെ വല്യപ്പ ഉമ്മറാജി ഇങ്ങോട്ട് വന്നോ. എവിടെ താത്ത? അന്നല്ലേ ഉമ്മറുട്ടി എങ്ങനെ വിളിച്ചറക്കണത്? ഉമ്മച്ചി ഇജ്ജ് ഇവിടെ നിൽക്കുക. ഉമ്മച്ചത്തിന് എല്ലാരും കൂടി ഇങ്ങനെ വിളിച്ചു പോക്കുന്നത് അതെ ചെറിയ കുട്ടിയാ. ആ പറയും പോലെ തന്നെ. ഓ ഞമ്മളെ അമ്മോസാക്കല്ലേ, ഇപ്പച്ചിന്റെ മുണ്ടൊക്കെ കൊടുന്നക്കല്ലേ. അല്ലമ്മ ഇപ്പൊ ചായ അടിച്ചുക്കണോ? എപ്പോഴാണ് എടുത്തേച്ചു ചായ? ഓ വിളിച്ചാ വരണ്ടേ, കൊഞ്ചിച്ചാണ്ട് കൂടി വസലാക്കിക്കോളൂ. എന്താ നിങ്ങള് പറയണത്? ഓ കുട്ടിയല്ലേ, മൂത്തമ്മ തരട്ടെ ചായ. ഇങ്ങോട്ട് വായോ, വാ. കുറച്ചെന്റെ ചായ ഒക്കെ കുടിച്ചിട്ട് കളിക്കാട്ടോ നീ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്തൊക്കെയുണ്ട്? ഇരിക്ക. ആ എന്തൊക്കെ നോക്കല വർത്താനം? ഇതിപ്പോ എന്നെ വന്നു ഈ പോക്കില് കൊറേ നിന്നക്കണല്ലേ, 4-5 കൊല്ലായല്ലോ. ഈ പോക്കിപ്പോ 4 കൊല്ലത്തോളം നിന്നിപ്പോ മിഞ്ഞാന്നല്ലപ്പോ എത്തിയത്. ഞാൻ പെങ്ങളെ വരിയിലും കുട്ടികളെയൊക്കെ കാണാൻ വേണ്ടി പോയി. എന്താ അങ്ങനെയൊക്കെ പോകുന്നു? സുഖം തന്നെയാണ്, തരത്തില്ല. അത് ശരി. പിന്നെന്തൊക്കെയാ കച്ചവടമൊക്കെ എന്താ പാടെ അവിടെ? സാറല്ലേ? എന്താ അല്ലെന്നില്ല, കച്ചവടമൊക്കെ തിരക്കില്ല, അങ്ങനെ പോണു. ഇപ്പത്തെ ഒരു ഇതൊക്കെ അറിയില്ല, എന്നാലും അല്ലെന്നില്ല തിരക്കില്ല. പിന്നെ നമ്മളെ ഈ ആഴ്ചവത്താൻ അസർഫ് ഉണ്ടല്ലോ, ഓൻ്റെ എന്തെങ്കിലും വിവരമുണ്ടോ? ഒരു 3-4 മാസമായിട്ട് ഇവിടെ ഇല്ലയെന്നാ പറഞ്ഞിട്ട്. അവൻ്റെ പേരിൽ ഞാൻ ഇപ്പോൾ തിരഞ്ഞു പോയിനും ഒരു വിവരവും ഇല്ല. എനിക്കൊരു 1.5 ഉറുപ്പിയോളം തരാനുണ്ട്, കുറേ ആയി വാങ്ങിയിട്ട്. ഇപ്പോൾ മുങ്ങി എടുക്കാന്ന് തോന്നുന്നുണ്ട്. അവിടെ വേറെ ആൾക്കാർക്ക് പൈസ കൊടുക്കാനുണ്ട്. എന്താ സ്ഥിതി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? ആടാ അത് ശരി തന്നെയാണേ. ഓപ്പോ ഒരു 3-4 മാസമായിട്ട് ഇപ്പൊ ഇവിടെ ഇല്ല. എന്തേ പറ്റിയാവാം, എന്തൊക്കെ പരിപാടികളൊക്കെ ചെയ്തിക്കാണ്ടേ എവിടെ ബ്ലോക്ക് ആയിക്കണു. എനിക്കും കുറച്ച് പൈസ തരാനുണ്ട്. ഇനിയിപ്പോ ആചാര്യേക്കെന്ന് റഹീമാജിന്റെയൊക്കെന്നേ പൈസ എത്ര വാങ്ങിച്ചേക്കണോ എന്താന്നുള്ളതൊന്നും അറിയില്ല. അതുപോലെ കണ്ടാലേ അറിയുള്ളൂ. ഞാൻ പിന്നെ അതിനെ കുറിച്ച് കാണൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല. എങ്ങനെയൊക്കെ ഉണ്ടല്ലേ? അത് നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. ഓ ഇതിന്റെ മുന്നേ ഉണ്ടാക്കുന്ന കുറച്ച് പൈസ ഒക്കെ വാങ്ങിയിരുന്നു, അതുപോലെ തിരിച്ച് തന്നും ചെയ്തുക്കണു. ഞാൻ ഇപ്പോ ചെറിയൊരു ടൈറ്റിലാണ്. അത് എന്തെങ്കിലും കിട്ടാൻ വല്ല വയ്യുണ്ടെങ്കിലും ഒന്ന് പറഞ്ഞു തരും ജവാക. എത്താ നോഫല്ലേ? ആ അസർപ്പിന് ഇപ്പൊ 2 പെങ്ങന്മാരാളോ. ആ ആഴ്ചാത്ത ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാലത്തെ ഒരു വിരിയണപ്പ് പോവും. അയിമന്നൊക്കെ എന്തെങ്കിലും കിട്ടിയിട്ടൊക്കെ ഇങ്ങനെ കഴിഞ്ഞു കൊടുക്കുക. പിന്നെ ഇപ്പോ അസർപ്പിന് 2 പെങ്ങന്മാര് അതൊക്കെ ക്ലിനിക്കിൽ നഴ്സിങ്ങിന് ഒക്കെ പോവുകയാണ്. ഏതായാലും ഇപ്പത്തെ ഒരു കാര്യം നോക്കുകയാണെങ്കിലേ ഭയങ്കര ദയനീയാണ്. എത്തപ്പോ ഞാൻ ചെയ്യാം? അത് അറിയിട്ടല്ല, ഞാൻ ഇപ്പൊ എന്റെ സാഹചര്യം ഇപ്പൊ ഇങ്ങനെ ആയപ്പോ ഞാനൊന്ന് ചോദിക്കാൻ വേണ്ടി വന്ന അങ്ങോട്ട്. എന്നാലും ഞാൻ പോവാ. വെള്ളം എന്തെങ്കിലും കുടിച്ചിട്ടേ? വെള്ളം വേണ്ട, ഞാൻ അവിടുന്ന് വീട്ടിൽ നിന്ന് കുടിച്ചാണ്ട് വരും, ചായ കുടിച്ചാണ്ട് വരും. തന്നെ? അല്ല മുജീബാക്ക, നമ്മളെ റഹീമാജിന്റെ വർത്താനം എന്താ? ഞാൻ വന്നാലെ കണ്ടിട്ടുമില്ല. ആ റഹീമാജിക്ക് കുഴപ്പമൊന്നുമില്ലടാ. അന്ന് റഹീമാജിക്ക് ഒരു ഓപ്പറേഷൻ ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അത് അറിഞ്ഞിരുന്നോ? മൂപ്പര് ഓപ്പറേഷന്റെ സമയത്ത് ഞാൻ നാട്ടിലുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് മൂപ്പർക്ക് കയ്യിലും ചെവിക്കും എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ഇപ്പൊ മാറിയിട്ടുണ്ടാവും. ആ അൽഹംദുലില്ലാ, അതിൽ കഴിച്ചിലായതാണല്ലോ. അതിലിപ്പോ ആ കയ്യിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ ഏറെക്കുറൊക്കെ മാറി. ആ കേൾവിക്കുറവിന് ചെറിയൊരു ഇതിപ്പോഴും ഉണ്ട്. കുഴപ്പമൊന്നുമില്ല. എന്നായിക്കോട്ടെ മുജീബാക്ക, ഞാൻ പോയിട്ട് വരാം. ആയിക്കോട്ടെ. അല്ലേ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് പോയി നോക്കണ്ടേ അവിടെ? ആയിക്കോട്ടെ. അപ്പൊ അറിയാലോ പോലെ ആരൊക്കെ അവിടെ വന്നിക്കണോന്നുള്ളത്.
അജരക്ക കോൺട്രാക്ടർ ഇപ്പൊ പറഞ്ഞത് മൂപ്പരെ പണിക്കാരൊക്കെ നാട്ടിൽ പോയിക്കോണം ബംഗാളികളായിരുന്നു. അപ്പൊ എന്താ വെച്ചാൽ അതുകൊണ്ടാണ് പണി നീങ്ങാത്ത കാരണം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മളെ നാട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാരാക്കിയാണ്ടേ ആ പണി നടന്നോട്ടെ, അതല്ല നല്ലത്. അല്ലാതെ ഇപ്പൊ പണി നീങ്ങലുണ്ടാവില്ല. അതല്ലേ ഇത് പറഞ്ഞമായി തന്നെ ആ പണി തീരലുണ്ടാവില്ല. അല്ലെങ്കിൽ അപ്പൊ കഴിയണതും നമ്മളെ നാട്ടിൽ നിന്നേ ആരെങ്കിലൊക്കെ ഒന്ന് ഏർപ്പാടായി കൊടുത്തടാ, അതിലിപ്പോ നടക്കുള്ളൂ. മറട്ടിയെ എവിടെടാ കാക്കുവാ, ഇത് നിങ്ങൾ കൊണ്ടാവാതെ പോയത്, അല്ലെങ്കിൽ ഇപ്പൊ കുറച്ച് മറവി കൂടുതലാട്ടോ. അതങ്ങനെ മാറും. പിന്നെ ഉമ്മറൊട്ടിക്ക് ഇപ്പൊ കുറച്ച് കുറുമ്പ് കൂടിയിരിക്കും. അവനോട് ചോദിച്ചു നോക്കി, ഓനപ്പോ ഞങ്ങൾ എത്രങ്ങാനും തെരഞ്ഞു. എന്നടാ എവിടേക്ക് പോയിട്ട്? എങ്ങോട്ട് പോയിട്ടൊന്നുമില്ല, ഓൻ ഇവിടെ തന്നെ ഉണ്ട്. ഞങ്ങളെ ബേജാറാക്കാനല്ല. എന്തിനാ പൊന്നെപ്പോഴൊന്നടി? ഞാൻ കുറച്ചേരായി ഇപ്പച്ചിയെ വന്നിട്ട്. അപ്പൊ ഷെബി എവിടെ? ഇക്ക എന്നെ ഇവിടെ ഇറക്കി തന്നുകാണ്ട് പോയി, കമ്പനിക്ക് പോയി. അത് കാക്കുവോ, നിങ്ങക്ക് മനസ്സിലായില്ലേ? ഓളെ വലിയ നാത്തനും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടാവും, അപ്പോൾ ഇങ്ങോട്ട് പോന്നു. അത് സീനത്തെ പൊന്നൂനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മള് കോളോടെ ചെന്നാലേ ഓളെ വലിയ നാത്തൂന്റെ കണ്ണ് മിജൂല. താ പോളേക്ക് എന്നല്ല ഒരു പൗർ എന്താണ്. നിങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കോൾക്ക്, അത് കേട്ടിട്ട് ഓൾക്ക് അതൊരു വളമയാണ്. പിന്നെ കാക്കുവാ, നമ്മൾ ആഴ്ചമാത്ത വന്നേനു, അതിന് മകനെ കാണാനില്ലാന്ന് പറഞ്ഞു. അത് കുറെ നേരം ഇവിടെ വന്നിരുന്നു. നിങ്ങളൊന്ന് വന്നിട്ട് നിങ്ങളോടൊന്ന് പറയാൻ വേണ്ടിട്ട് ഒന്ന് അന്വേഷിച്ച് നോക്കോണ്ടിട്ടോ. ഞാൻ അറിഞ്ഞു. നിങ്ങള് പോയോടനെ മിന്നു വിളിച്ചിരുന്നു, അച്ഛനെ കൊറേ ചോദിച്ചോള്. അപ്പൊ സെലിപ്പേ ഓൺ ഡ്യൂട്ടിക്ക് കയറിയിരുന്നു, ഓളെ ഒറ്റക്ക ഫ്ലാറ്റിൽ നിന്നും പറഞ്ഞു. കുറച്ച് വെള്ളം പോയതാ. ജോസേ അംസൊക്കെ വയ്ക്കണ്ടേ? ഞാൻ പോകാൻ മുട്ടിയുടെ ചങ്ങായി എടുക്കണന്നല്ല, ഓന്റെ കാണേണ്ട അത്യാവശ്യം ഉണ്ടേനി. ഹംസ ഇടുക്കി പോയതാണ്, 2 ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ. ഇതിൽ അത്യാവശ്യം ഉണ്ടോ? അത്യാവശ്യം ഉണ്ടേ, അതിനാണല്ലോ ഈ പോകാൻ വിളിച്ചിട്ടുണ്ട്. ഇങ്ങനെ അങ്ങനൊന്നും പറയണ്ടില്ലായിരുന്നു. എത്ര നെജില ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കണത്? നമ്മളൊക്കെ അമ്മാനോടൊക്കെ പറയാ. അമ്മാരുടെ നമുക്ക് എന്തേലൊക്കെ പറയേണ്ടി വരല്ല. അപ്പൊ എന്താ ചെയ്യാ? നെജില, ആ തന്ത മൂസാജി വരുന്നുണ്ട്. ഇനി ഉമ്മാന്റെ വാപ്പാന്റെ ഒക്കെ കാര്യങ്ങൾ ചോദിക്കും, കാക്കാനെയൊക്കെ ഓരോ മനുഷ്യനെ വേർപ്പിച്ചുകൊണ്ട് നിൽക്കും. കാക്ക പൈസ കൊടുക്കാണ്ടാവും. ഓനിട്ടൊരു ഭൂമിന്റെ ഇടപാടുണ്ടായിരുന്നു, അത് ഹംസന്റെ കെയറോപ്പിലാണ് ആ ഇടപാട് വരുന്നത്. അതിന് പോകാൻ വിട്ടോട്ട് എടുക്കണ്ടേ? പെങ്ങന്മാരാണ് പോണ്ട്. മക്കളെ കുട്ടികളെ നടക്ക്. നിങ്ങൾ ആസ്പത്രിയിൽ നിന്ന് വരികക്കാരല്ലേ? നിങ്ങൾ ആങ്ങളെ അസർപ്പ് വിട്ടീനോ? ഞാൻ ഓനെ അന്വേഷിക്കുന്നുണ്ട്. ഞങ്ങളെ കാക്ക വിളിച്ചിട്ടൊന്നുമില്ല. ഞങ്ങളെ കാക്ക എവിടെയെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഓൻ വന്നോളട്ടോ. ഓൻ ആചാരാക്കാക്ക് ഒരുപാട് പൈസ ഒക്കെ തരാണ്ട്. ആചാരാക്കാക്ക് അതൊന്നും പ്രശ്നമല്ല. നിങ്ങളെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആചാരാക്കാക്ക് മനസ്സിലാകും. ഇമ്മാനോട് പറഞ്ഞോണ്ടേ ഒഴിവുണ്ടാവുമ്പോ ആചാരാക്ക അതിലൊന്ന് വരണ്ടേ കേട്ടോ. എത്ര ആചാരാക്ക 3-4 മാസമായി കാക്ക പോയിട്ട് ഒരു ഫോണും കൂടി വിളിച്ചിട്ടില്ല. എവിടെയാണെന്നും കൂടി അറിയില്ല, എത്ര പറ്റിക്കണോ അറിയില്ല. ഇമ്മി ഞങ്ങളൊക്കെ അതിന്റെ ഇടങ്ങേറില്ല. പൈസ കൊടുക്കാനുള്ളവരൊക്കെ പെരേക്ക് തെരഞ്ഞു വരികയാണിപ്പോ. അതൊക്കെ ശരിയായിക്കോളൂട്ടോ. നീ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആചാരാക്കാനോട് ചോദിച്ചാൽ മടിച്ചണ്ട. പോവാ. എന്തും എന്റെ കുട്ടികൾ നേരത്തെ പോന്നു? നിങ്ങൾ വരുന്ന സമയമായിട്ടില്ലല്ലോ. ഞങ്ങൾ അവിടുന്ന് പോന്നു, ഇനി അങ്ങോട്ട് പോണില്ല. ഇനി ഞങ്ങൾക്ക് വേറെ പണി നോക്കമ്മ. അല്ല, ഉമ്മാന്റെ കുട്ടികൾ അവിടുന്ന് പോന്നോ? എന്നാ അടച്ചോനെ, ഇനി നമ്മൾ എന്താ കാട്ടുക? കാക്ക പൈസ കൊടുക്കാനുള്ള ഒരാള് നേരത്തെ വന്നേനെ. എനിക്കറിയില്ല നമ്മൾ എന്താ കാട്ടുക. ഞങ്ങളത് ആലോചിച്ചിട്ട് നേറാവല്ലേ. പഠിച്ചോൻ എന്തേലും ഒരു വജ്ജ് കാട്ടിത്തരും നമുക്ക്. ഉമ്മാന്റെ ചെങ്ങാഴ്ച പണിയെടുക്കുന്ന ഹോസ്പിറ്റലിൽ ഞങ്ങൾ രണ്ടാളും കയറ്റി തരാന്ന് പറഞ്ഞേ. ഞങ്ങൾക്ക് രണ്ടാൾക്ക് അങ്ങോട്ട് പോയിക്കോളാം. ഉമ്മ ഇനി ഇടങ്ങാറാണ്ട് കേട്ടോ. ഞങ്ങള് പോന്നപ്പോ ആ മൂസാജിനെ കണ്ടീനി. അത് കാക്കാന്റെ വർത്താനൊക്കെ ചോദിച്ചു. കാക്ക അതിനും കൊറേ പൈസ കൊടുക്കാണ്ടല്ലോ. കാക്ക വിളിച്ച് എന്തേലും ചെയ്തീനമ്മ? ഇല്ല, വിളിച്ചിട്ടില്ല.
എന്റെ പഠിച്ചാനെ എന്റെ കുട്ടി എവിടെയാണാവോ? ഈ ഇരിക്കക്കൂര വിറ്റിട്ടായാലും ഞമ്മക്ക് അവന്റെ കടം വീട്ടേനെ. എന്റെ കുട്ടി ഒന്നും ഇങ്ങോട്ട് വന്നാ മതി. അമ്മ പൈച്ചിട്ട് വെച്ച് ഞങ്ങൾ എത്ര എടുത്തരി വരി കഞ്ഞി കുടിച്ചല്ലമ്മ. ചന്ദ്ര, അന്നപ്പോ കണ്ടിട്ട് ഒരുപാട് ദിവസമായല്ലോ. എവിടെയാണ് ഇജ്ജ്? അത് പറയുമ്പളാ ഞാൻ ഒരാഴ്ച മുമ്പ് ഇവിടുന്ന് അങ്ങോട്ട് പോയി. എവിടേക്ക്? ചോറ്റാനിക്കര. അവിടെ അമ്മേ ഭഗവതി ദർശനമൊക്കെ നടത്തി പായസവും നേർച്ചയൊക്കെ നടത്തി ഇങ്ങോട്ട് വന്നു. ഇനിയും പോവാണ്ട് ഇനി വേറെ ക്ഷേത്രം ഉണ്ട്. ആ പറശ്ശിനിക്കടവ് കേട്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ? അവിടെ ഒന്ന് പോവാണ്ട്. അവിടെ ഉണ്ട് ഒത്തിരി വഴിപാടുകൾ. ഇനിയുള്ള കാലം വഴിപാടും ഭക്തിയായിട്ടൊക്കെ അങ്ങനെ ജീവിക്കണം. അജരെ ചാമ്പലേട്ടനെ ആ സുഖമില്ലാതായി മാറിയ ശേഷേ എല്ലാ ക്ഷേത്രങ്ങളിലും ഇങ്ങനെ പോയി ദർശനം നടത്തി വഴിപാട് നടത്തി അതൊക്കെ തന്നെയാണ് പരിപാടി. ആചാരേ, ഇതിന്റെ ഒരു അനുഭവം അറിയാൻ ഞാൻ അല്പം വൈകിപ്പോയി. എന്താ ഒരു ആനന്ദം! ഭക്തിമാർഗം എന്ന് പറയുന്നത് പരമസുഖ. നിങ്ങളും ഈ വഴിക്കൊക്കെ വരണം. ഭക്തിയിൽ എങ്ങനെ ആറാടി ആറാടി ഇങ്ങനെ ജീവിച്ചാണ്ടല്ലോ, അതിൻ്റെ ഒരു പരമാനന്ദം വളരെ വളരെ സുഖകരമാണ്. ചങ്ങായി അഭിപ്രായം. ബാല ഇവിടെ എന്നാ എവിടേക്ക് നാടൻ കോയിനായിട്ട് ബാല? എവിടേക്ക് പോണ്ടേ? ഇതേ പിലാപ്പറമ്പിലെ റഹീമാജിന്റെ വീട്ടിലുള്ളതാണ്. 2 കോഴി പറഞ്ഞത് 1 കിട്ടിയിട്ടുള്ളൂ. തന്നെ ഇന്നാലേ ആ കോയിനെ ജിച്ച് തന്നളാ. റഹീമാജിക്ക് മാത്രമൊന്നല്ല കോയിന്നാൻ പറ്റുക. റഹീമാജി പറഞ്ഞതിന്റെ ഡബിൾ പൈസ ഞാൻ തരാം. ഇല്ല ജോസേ? ഇത് തരാൻ പറ്റൂല. ഇതന്നെ ഇപ്പൊ 1 കിട്ടിയുള്ളൂ. ഇത് റഹീമാജിക്ക് കൊടുക്കേണ്ടതാണ്. ചേർക്കണ്ടില്ലല്ലോ. ഒക്കെ റഹീമാജിക്ക്, ഒക്കെ റഹീമാജിക്ക്. ഒരു നേലും വലിയ മനുഷ്യന്മാര് തരുന്നില്ല. വേറെ ആരടുത്തും പൈസ ഇല്ലാത്ത മാതിരിയാണ്. ആന്ന് എന്തപ്പത്തെ എല്ലാ അലവലാദികളും ഉണ്ടല്ലോ. ഓനോട് മുണ്ടാന്ന് കണ്ടോ? പോണ വയ്ക്കാൻ പോയിക്കോട്ടെ. കുറെ അലവലാദികളുണ്ട് ഇവിടെ. മോസേ, കേണി നോണിന്ന് കൂട്ടാതെ പേരേക്ക് പൊടന്ന. എന്താ എനിക്കൊരു മര്യാദ ഇല്ലാത്തേ? എല്ലാരും ഇവിടെ ആചാര്യ വിളിച്ചു. എനിക്കെന്താ ഞാൻ ആചാര്യെന്ന് വിളിച്ചാല്? പെരി പോടാ. ഇവനെ നമുക്ക് കജുമലാക്കേണ്ടി വരുമല്ലോ ജോസേ. ഓന് റഹീമാജിയൊക്കെ പറഞ്ഞാലേ ഓല് പോവുള്ളൂ. റഹീമാജി അരുത് മക്കളെ, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ശാന്തിയും സമാധാനമാണ് നമുക്ക് വലുത്. അവനൊന്ന് കാര്യമായിട്ടൊന്ന് ഉപദേശിച്ചാൽ മതി, അവൻ നന്നായിക്കോളും കേട്ടോ. എനക്കങ്ങനെ പറയാം. എന്നാലും ഉമ്മറൊട്ടിയേ ഇജ് ഭയങ്കര സാധനം കേട്ടോ. എനിക്ക് മദ്രസന്ന് സമ്മാനം കിട്ടിയിട്ട് ഇജ് മൂത്തമ്മക്ക് കാണിച്ചു തന്നില്ലല്ലോ. ഇജ് പിലാപ്പറമ്പ് കൊണ്ടുപോയി വെച്ചിക്കല്ലേ ഇതൊക്കെ അല്ലേ? അതിന് മൂത്തമ്മ എനിക്ക് മദ്രസന്ന് കിട്ടിയത് ഒരു പ്ലേറ്റും ജഗ്ഗാണ്. ആ പ്ലേറ്റിലാണ് എനിക്ക് വെച്ച് ചോറ് വാരി തരുന്നത്. മുരട്ടിയാ മെസ്സിനെ കൂട്ടി മോഹം കഴിക്കാ ചോർന്നിട്ട്. താത്ത, ഞങ്ങൾ കൊറേ ദിവസമായാലും ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട്. പിലാപ്പറമ്പിൽ ഇപ്പൊ അങ്ങനെ അടച്ചിട്ടാല് പൊടിയൊക്കെ അല്ലേ കാരണം. ഞങ്ങളൊന്ന് പോയാലോ? കാക്കു വന്നിട്ട് കാക്കുനോട് ചോദിച്ചിട്ട്. എന്താ അവിടെ പോയിട്ട് ഇപ്പൊ കാര്യം? ഇപ്പൊ വന്നിട്ട് കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ. പിന്നെ ഓരാണെങ്കിൽ ഉമ്മറൊട്ടിക്ക് ഇപ്പൊ മദ്രസ അല്ലേ ഉള്ളൂ. മദ്രസ കാലി കൊണ്ടേക്കോളൂ, സ്കൂളൊന്നും ഇല്ലല്ലോ. പിന്നെ ഓൻ പോയി കഴിഞ്ഞാ ഒരു ഇടങ്ങാറാണ്. ഓന്റെ ഇങ്ങനെ കുറുമ്പൊക്കെ കണ്ടിരിക്കാന്ന് പറയുമ്പോ അത് രസല്ലേ അല്ലേ ഉമ്മറൊട്ടിയെ? എത്തപ്പോ കാട്ടണ്ടീന്ന് അറിയില്ല. എന്തായാലും കാക്കു വരട്ടെ, ചോദിച്ചോക്കട്ടെ. മുരട്ടി ഞങ്ങക്ക് ഉറങ്ങണ്ടേ? ബാ കുറച്ചേരം ഉറങ്ങിക്കാം. ഓളങ്ങനെ പിടിച്ചേക്കണ്. ഓള് പോയിക്കോട്ടെ. കുറെ ദിവസമല്ലേ ഇവിടെ നിക്കണത്. എന്താ ഓരിപ്പോ അവിടെ നിന്നാലും ഇവിടെ നിന്നാലും ഇപ്പൊ എന്താ? അവിടെ ഇപ്പൊ ഓരോറ്റക്ക് തന്നെ അല്ലേ. ഇവിടെ ഇപ്പൊ എന്താ എല്ലാരും ഇല്ലേ? എത്ര ആയാലും പഠിച്ചൂല. ആവശ്യത്തിനുള്ള ലോകിയൊക്കെ മതി. ഓൾക്കേ ഒരു ആൺകുട്ടിയാണ്, എനിക്ക് 2 പെൺകുട്ടികളാണ്. ആ ഓർമ്മ എനിക്ക് ഉണ്ടായാ നന്നു. മറുവായേ, ആചാര്യ എന്ത് പറഞ്ഞാലോ സമ്മതിക്കും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എന്നോട് കുറേ കറ്റി പറഞ്ഞതാണ് ഈ പ്രാവശ്യം ഇനി ഒഴിവാക്കണം എന്നുള്ളത്.
നിങ്ങൾ തന്നെ നേരിട്ട് കണ്ട് ആചാര്യോട് പറഞ്ഞാളെ. സ്ഥാനത്തിരിക്കാനേ ഇപ്പൊ യോഗ്യനായിട്ടുള്ള അയാളെ കാണുള്ളൂ. സംഭവം ശരി തന്നെയാണ്. നമുക്ക് സംസാരിച്ചു. അല്ലേ ആചാരാക്കല്ലേ? റഹീമേ, ഇജ് പറഞ്ഞതൊക്കെ ഞാൻ ഓലോട് പറഞ്ഞൊക്കെയല്ല, കേക്കണ്ടേ? ഓല് പറഞ്ഞത് കമ്മിറ്റിന്റെ എല്ലാവരും തീരുമാനം മുന്നുള്ള അതേമാതിരിക്കുള്ള പോലെ പ്രസിഡന്റായിട്ട് ഇജും സെക്രട്ടറി ആയിട്ട് ഉമ്മർ സാഹിബും അങ്ങനെയാണ് പറയണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞ ഇജ് തന്നെ വന്നിട്ടാണ് സംസാരിച്ചാളെ, നമ്മൾ പറഞ്ഞിട്ട് കേക്കണ്ടേ? അപ്പൊ അതിനെല്ലാവരും കൂടി ഇവിടെ പോകുന്നതാണ്. അളിയാക്ക അത് നിങ്ങൾ തന്നെ നിന്നാ മതി. നിങ്ങൾക്ക് അറിയോ ആ കാഞ്ഞന്തൊടി മൂസാക്കണ്ടല്ലോ, അയാൾ ഇതിനെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. പള്ളി സെക്രട്ടറി പ്രസിഡന്റ് ആരാണ്, അതൊന്നും നടക്കൂല. നിങ്ങൾ തന്നെ ആയാൽ മതി. ഇല്ല പിന്നെ അത് കുഞ്ഞിക്കോയ, അതൊരു വാർഷിക പള്ളി സെക്രട്ടറിയും പ്രസിഡന്റും ഒന്നും ആവേണ്ട കാര്യമല്ല. അത് പള്ളി കമ്മിറ്റിയും പള്ളിക്കാര്യങ്ങളും മഹലിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെക്രട്ടറിയും പ്രസിഡന്റൊക്കെ ഉള്ളത്. ഇപ്പം മൂസാജിക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ മുപ്പരൊന്നാക്കി കൂടെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അത് നമുക്കൊന്നും അറിയാലോ. അജരക്ക തൽക്കാലം ഇപ്പം നിങ്ങളെന്നെ നിൽക്കി. ഇതുപോലെ ഇപ്പം നമ്മളെ ഉമ്മർ സാഹിബ് മാറണം എന്ന് പറഞ്ഞിട്ട് നിങ്ങളും മാറിയ കാര്യങ്ങളൊന്നും നടക്കില്ല. തൽക്കാലം നിങ്ങൾ എങ്ങനെ തന്നെ പോട്ടെ. അജരാക്ക ഇപ്പൊ തൽക്കാലം നിങ്ങൾ തന്നെ ആ സ്ഥാനത്ത് തുടരും. നിങ്ങളില്ലെങ്കിൽ ഞാനും അവിടെ ഇല്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ തുടങ്ങി വെച്ച കുറച്ച് പരിപാടികളുണ്ട്, അത് പൂർത്തിയാകുന്നത് വരെയെങ്കിലും നമ്മളവിടെ തുടരണം. അതാണ് എല്ലാവരുടെയും ആഗ്രഹം. അപ്പം അതുപോലെ തന്നെ നടക്കട്ടെ. അത് ഉമ്മർ സാഹിബേ, എന്താപ്പം ഞങ്ങളോട് പറയാ, ഞാൻ കുറിയെങ്കിലും ഒന്ന് മാറണമെന്ന് വെച്ചിട്ടേ പഴയ പോലെ ഒന്നല്ല, അപ്പോൾ സുഖമില്ല. ആ ചെവിൻ്റെ പ്രശ്നം തലകറക്കൊക്കെ അങ്ങനെയുണ്ട്. ഇപ്പം ഇൻഷാല്ലാ മുജീബങ്ങളൊക്കെ പറഞ്ഞ മാതിരി അങ്ങനെ തന്നെയാണ് ചെയ്യുക. ആ അല്ല റഫീഖെ, അന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലല്ലോ, ഇജിപ്പം എന്നെ വന്നു? ഞാൻ വന്നിട്ട് 2 ദിവസമായിട്ടുള്ളൂ. ആ തന്നെ, എന്തൊക്കെടാ സുഖം തന്നെയല്ലേ? ഇടത്ത അമ്മാൻ്റെ ഒക്കെ വർത്താനം ഞാൻ കണ്ടിട്ടിപ്പോൾ കുറച്ചയക്കണു. അമ്മാനൊക്കെ അല്ലേ ഇത് പോയി കണ്ട ചായ എടുത്തേക്കാൻ പറഞ്ഞു. അത് റഹീമേ, നാട്ടുകാരെല്ലാവരും ഒരു താല്പര്യമല്ലേ? ഈ പ്രാവശ്യം കൂടി നിങ്ങൾ രണ്ടാളും കൂടിയാണ് പോയി. ഞാൻ പോലോട് പറയുകയോ പിടിക്കുകയോ ഒന്നല്ല. എനിക്ക് സുഖമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം എനിക്കറിയാലോ, പറയിട്ടല്ല. ചായ എടുത്തൂണ് എല്ലാവരും എന്നാണ് വന്നാല്. എന്നാ റഹീമേ ഞങ്ങൾ ഇറങ്ങാം. ആയിക്കോട്ടെ ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഞാൻ ഇറങ്ങാം കേട്ടോ.